السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن سار على نهجه واستنى بسنته إلى يوم الدين. أما بعد. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലു ഇമ്രാൻ എന്ന അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് അതിലേക്ക് ആത്മാർത്ഥമായി മുന്നേറാൻ വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നുണ്ട്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലാഹുവിങ്കൽ നിന്നുള്ള പാപമോചനത്തിലേക്കും അവന്റെ സ്വർഗത്തിലേക്കും നിങ്ങൾ അത്യുത്സാഹത്തോടെ മുന്നേറണം. ആകാശഭൂമികളെക്കാൾ വിസ്തൃതമായ സ്വർഗീയമായ അനുഗ്രഹം അല്ലാഹു തയ്യാർ ചെയ്തിട്ടുള്ളത് ദോഷബാധയെ സൂക്ഷിക്കുകയും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഭൂമിയിൽ കഴിഞ്ഞുകൂടുകയും ചെയ്യുന്ന മനുഷ്യർക്കാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നന്മ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മളുടെ സ്വർഗപ്രവേശനത്തിന് സാധ്യമാകുന്ന കർമ്മങ്ങളിൽപ്പെട്ടതാണ് എന്ന് നാം തിരിച്ചറിയണം. നാം ഇവിടെ തിരിച്ചറിയേണ്ടുന്നത്, ഒരാൾ സ്വർഗാവകാശിയായി തീരണമെങ്കിൽ അതിന്റെ അടിസ്ഥാന യോഗ്യതയായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വിശ്വാസത്തിൽ അടിയുറച്ച ഒരു മനുഷ്യനാവുക എന്നുള്ളതാണ്. അഥവാ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന പ്രപഞ്ച സൃഷ്ടാവിൽ വിശ്വസിക്കണം, അവന്റെ ഏകത്വത്തെ അംഗീകരിക്കണം, അവന്റെ നിയമാതിർത്തികളെ സൂക്ഷിക്കണം, അവന്റെ കൽപ്പനാവിരോധങ്ങളെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുകയും ചെയ്യണം. അപ്പോഴാണ് ഒരാൾ സ്വർഗാവകാശിയായി തീരുന്നത്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു റിപ്പോർട്ടിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് പറയുകയുണ്ടായി, യബ്നൽ ഖത്താബ് ഇദ്ഹബ് ഫനാദി ഫിന്നാസ് ഇന്നഹു ലാ യദ്ഖുലുൽ ജന്നത ഇല്ലൽ മുഅ്മിനൂൻ. സ്വർഗം യഥാർത്ഥ വിശ്വാസത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർക്കാണ് എന്ന് ജനങ്ങളോട് വിളംബരം ചെയ്യാൻ എന്നോട് അല്ലാഹുവിന്റെ റസൂല് കൽപ്പിച്ചു എന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ഫഖറജതു ഫനാദൈതു, അദ്ദേഹം പറയുകയാണ്, ഞാനങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് പുറപ്പെടുകയും ജനങ്ങളോട് വിളിച്ചു പറയുകയും ചെയ്തു, അലാ ഇന്നഹു ലാ യദ്ഖുലുൽ ജന്നത ഇല്ലൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ അവരാണ് സ്വർഗാവകാശി എന്ന്. അഥവാ അല്ലാഹുവിലുള്ള തന്റെ വിശ്വാസം ശരിയാക്കുകയും അവന്റെ ജീവിതത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടുകയും സൂക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മുഅ്മിനായ മനുഷ്യനാണ് സ്വർഗാവകാശിയായി തീരുന്നത്. വിശ്വാസം നമ്മളുടെ ജീവിതത്തിൽ പരിപൂർണമാകാഞ്ഞാൽ ഒരിക്കലും നമ്മൾക്ക് സ്വർഗം നേടിയെടുക്കുക സാധ്യമല്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ യഥാർത്ഥ മുഅ്മിനുകളാകുന്നതുവരെ സ്വർഗം നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. സ്വർഗം പ്രാപിച്ചവരെ കുറിച്ച് നമ്മൾക്കറിയാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ പ്രവാചകനോടൊപ്പം ജീവിതത്തിൽ എന്തെന്ത് ത്യാഗങ്ങൾ അനുഭവിച്ചവർ, അവരുടെ ജീവിതത്തിലെ സർവസ്വവും നന്മയുടെ മാർഗത്തിൽ അവർ ത്യജിക്കുകയാണ്. എന്തിനേറെ സ്വന്തം ശരീരത്തെ പോലും പലർക്കും ത്യജിക്കേണ്ടി വന്നു. അങ്ങനെയാണ് അവർ സ്വർഗം നേടിയെടുത്തത്. അതുകൊണ്ട് നമ്മളെല്ലാം വെറുതെ ഇരുന്ന് സ്വർഗത്തിൽ പോയി കളയാമെന്ന വ്യാമോഹം നമ്മൾക്കുണ്ട് എങ്കിൽ അത് മിഥ്യാധാരണ മാത്രമാണ്. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ വസുൽസിലു ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മഅ മത്താ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്. അവരനുഭവിച്ച പ്രയാസങ്ങളുടെ കണ്ണുനീർ പരിശുദ്ധ ഖുർആൻ വിവരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ സ്വർഗത്തിൽ നിങ്ങൾക്ക് വെറുതെ കടന്നുകളയാമെന്ന്? വലമ്മായി അത്തിക്കും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് ബാധിച്ചവർക്ക് ബാധിച്ചതുപോലെയുള്ള പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടാതെ
പരിഹാസങ്ങൾ നിങ്ങൾ ഏറ്റുവാങ്ങാതെ, ആക്ഷേപങ്ങളും ഒറ്റപ്പെടുത്തലും കുത്തുവാക്കുകളും കുത്തിനോവിക്കലുകളും ഒന്നും അനുഭവിക്കാതെ വെറുതെ സ്വർഗം നേടാമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ്. അള്ളാഹു ഏറെ പ്രിയപ്പെട്ട അള്ളാഹുവിന്റെ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരോടൊപ്പം സത്യത്തിന്റെ മാർഗത്തിൽ നിലയുറപ്പിച്ച സജ്ജനങ്ങളായ നമ്മളുടെ മുൻഗാമികൾ, അവർ ഈ ഭൂമിയിൽ വെച്ച് കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയമായി എന്ന് മാത്രമല്ല, വസുൽസിലു ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മഅ, ആ പ്രവാചകന്മാരും അവരോടൊപ്പമുള്ള വിശ്വാസികളും കിടുകിട വിറച്ചു പോവുകയും അവർ പറഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്, മത്താ നസ്റുല്ലാ, അല്ലാഹുവേ നീ എപ്പോഴാണ് ഞങ്ങളെ ഒന്ന് സഹായിക്കുക. അത്രത്തോളം അവർ അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ചതിന് പകരമായിട്ടാണ് സ്വർഗം അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത്. എങ്കിൽ വിശ്വാസികളായ നാം തിരിച്ചറിയണം, നമുക്ക് വെറുതെ സ്വർഗം നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള ആ ധാരണ നമ്മളുടെ ആരുടെയും മനസ്സുകളിൽ ഉണ്ടാകേണ്ടതില്ല. പാരത്രിക ജീവിതത്തിന്റെ പ്രത്യേകത പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഫൽ യൗമ ലാ തുദ്ലമു നഫ്സുൻ ഷൈഅ വലാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ. ആ ദിവസത്തിന്റെ പ്രത്യേകത തന്നെ അല്ലാഹു ഒരു മനുഷ്യനോടും അനീതി കാണിക്കുന്നില്ല, ഒരാളോടും അല്ലാഹു തആല അക്രമം കാണിക്കുന്നില്ല. അവൻ പറയാത്തതിന്റെ, അവൻ പ്രവർത്തിക്കാത്തതിന്റെ പേരിൽ അല്ലാഹു അവനെ പിടികൂടുകയോ അവനെ ശിക്ഷിക്കുകയോ ചെയ്യുന്നില്ല. അതേ അവസരത്തിൽ അല്ലാഹു തആല പറയുകയാണ്, വലാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിനല്ലാതെ, നിങ്ങളുടെ അമലുകൾ നന്നാക്കിയതിനല്ലാതെ, നിങ്ങളുടെ വിശ്വാസം നന്നാക്കിയതിനല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലങ്ങൾ നൽകപ്പെടുകയുമില്ല. അഥവാ നാം നമ്മളുടെ കർമ്മങ്ങൾ നന്നാക്കുകയും നമ്മളുടെ വിശ്വാസം ശരിയാക്കുകയും ചെയ്ത് നന്മയുടെ വഴിയിലൂടെ മുന്നോട്ടു നീങ്ങിയാൽ നമുക്ക് സ്വർഗത്തിൽ പോകാം. അല്ല എങ്കിൽ സ്വർഗമെന്നുള്ള ചിന്ത വെറും വ്യാമോഹം മാത്രമായി ശേഷിക്കുമെന്ന് അല്ലാഹുവും റസൂലും നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.